ഇന്ന് നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പാഠത്തിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് പഠിക്കും. ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും കാണുന്ന ബാങ്ക് ബാലൻസ് തമ്മിലുള്ള വ്യത്യാസം വരാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പിന്നെ ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം എന്ന് പഠിക്കാം. ദെൻ ക്യാഷ് ബുക്ക് പ്രകാരം ശരിയായ ബാങ്ക് ബാലൻസ് കണ്ടെത്താനായിട്ട് അസർട്ടൈൻ ചെയ്യാനായിട്ടും നമുക്ക് ഈ പാഠം പഠിച്ചു കഴിയുന്നതിലൂടെ സാധിക്കും. നമ്മൾ ചാപ്റ്റർ 4 പഠിച്ചതുപോലെ ബിസിനസ് ഓർഗനൈസേഷൻസ് അവരുടെ ക്യാഷും ബാങ്ക് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാനായിട്ട് ക്യാഷ് ബുക്ക് എന്ന പുസ്തകമാണ് സൂക്ഷിക്കുന്നത്. ഈ ക്യാഷ് ബുക്ക് ഒരേ സമയം ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു പീരീഡിന്റെ എൻഡിൽ, മന്ത് എൻഡ് ആവാം, അല്ലെങ്കിൽ ക്വാർട്ടർ എൻഡ്, അല്ലെങ്കിൽ ആനുവലി ആയിരിക്കാം, ആ ഒരു പീരീഡിന്റെ അവസാനം ഈ രണ്ടെണ്ണത്തിന്റെയും ക്യാഷിന്റെയും ബാങ്കിന്റെയും ബാലൻസ് എന്ത് ചെയ്യും, നമ്മൾ കണക്കാക്കും. ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ വിവരങ്ങൾ ബാങ്കിന്റെ റെക്കോർഡ്സുമായിട്ട് എന്ത് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്തിട്ട് നോക്കും. ഇതിന് ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ കാഷ്യർ എന്ത് കാര്യം ഉറപ്പാക്കണം, കാഷ്യർ ക്യാഷ് ബുക്ക് പൂർണ്ണമായും അപ് ടു ഡേറ്റ് ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഉറപ്പാക്കണം. ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് എന്നത് ബാങ്ക് ബാങ്ക് റെക്കോർഡിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ബാങ്കിന്റെ റെക്കോർഡിൽ കാണിക്കുന്ന ഒരു അക്കൗണ്ടിന്റെ കോപ്പിയാണെന്ന് പറയാം. ഇതിലൂടെ ബാങ്കിന്റെ കസ്റ്റമേഴ്സിന് അവരുടെ ഫണ്ട്സ് ഇൻ ദ ബാങ്കിലുള്ള തുക എത്രയാണെന്ന് റെഗുലർ ആയിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിശോധിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവരുടെ കയ്യിലുള്ള രേഖകൾ അല്ലെങ്കിൽ റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സാധിക്കും. പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്ന ബാലൻസും നമ്മുടെ ക്യാഷ് ബുക്കിലുള്ള ആ ബാങ്കിന്റെ ബാലൻസും ഒരുപോലെ ആയിരിക്കണം. പക്ഷെ പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണയായിട്ടും ഡിഫറൻസ് കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഡിഫറൻസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് വേണം ആദ്യം നമ്മൾ കണ്ടെത്താനായിട്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പാസ്ബുക്കിൽ എല്ലാ ഡെപ്പോസിറ്റും ക്രെഡിറ്റ് കോളത്തിലും എല്ലാ വിഡ്രോവൽസും ഡെബിറ്റ് കോളത്തിലും ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഡെപ്പോസിറ്റ്സ് എക്സീഡ്സ് വിഡ്രോവൽ എന്ന രീതിക്ക് വരികയാണെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസും, വിഡ്രോവൽസ് എക്സീഡ്സ് ഡെപ്പോസിറ്റ് എന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഡെബിറ്റ് ബാലൻസ്, അതായത് ഓവർ ഡ്രാഫ്റ്റ് എന്ന രീതിയിലുമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. നീഡ് ഫോർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്തിനാണ് നമുക്ക് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേണ്ടത് നോക്കാം. സാധാരണയായിട്ട് ഒരു ഫേമിന്റെ ക്യാഷ് ബുക്കിൽ കാണിക്കുന്ന ബാങ്ക് ബാലൻസും അതേപോലെ ബാങ്കിന്റെ റെക്കോർഡ്സിൽ കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിന്റെയും ബാലൻസ് ഡിഫറൻസ്, അതായത് ടാലി ആവാതെ വരാറുണ്ട്. അതുകൊണ്ട് ആദ്യം ഈ ഡിഫറൻസ് ഉണ്ടാവാനുള്ള കോസസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. പിന്നീട് ആ കാരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ആവശ്യകത എന്ന് പറയുന്നത് രണ്ടിലെയും ബാലൻസ്, അതായത് ഫേമിന്റെ ക്യാഷ് ബുക്കിലുള്ള ബാങ്ക് ബാലൻസും അതേപോലെ ബാങ്കിന്റെ റെക്കോർഡ്സിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാലൻസും തമ്മിൽ റീകൺസിൽ ചെയ്ത് ടാലി ആക്കുക എന്നുള്ളതാണ്. ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെ വേണം? ഒന്ന്, നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള നമ്മുടെ ബാങ്ക് ബാലൻസ് വേണം. പിന്നെ ഏത് ഡേറ്റ് വരെയാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതുവരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പാസ്ബുക്ക് വേണം. ഇവ രണ്ടിലെയും ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസും നമുക്ക് വേണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രണ്ട് ബാലൻസിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ആ തുകകളെ കൂടി, ആ വ്യത്യാസം വരുന്ന ആ എമൗണ്ട്സിനെ കൂടി
ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ കാരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാങ്ക് റീകൺസിലേഷന്റെ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത്. 2 കോളംസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? പർട്ടിക്കുലേഴ്സ് കോളവും അമൗണ്ട് കോളവും വരുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ബാലൻസ് ആസ് പെർ നമ്മുടെ ക്യാഷ് ബുക്ക് എത്രയാണോ ആ എമൗണ്ട് എടുത്ത് എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഏതൊക്കെ ഫിഗേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യണമെന്ന് കണക്കാക്കി അതെല്ലാം ആഡ് എന്ന് പറഞ്ഞിട്ട് ആ ഫിഗേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യാഷ് ബുക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റും പ്രകാരം നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫിഗേഴ്സ് നമ്മുടെ ക്യാഷ് ബുക്കിൽ നിന്ന് ലെസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫിഗേഴ്സ് ലെസ് പറഞ്ഞിട്ട് ആ ഫിഗേഴ്സ് ഇട്ട് കൊടുത്ത് ഇതിന്റെ നെറ്റ് ബാലൻസ് കിട്ടുമ്പോൾ അത് നമ്മുടെ പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാങ്കിന്റെ ബാലൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ബേസിക്കലി ഇതാണ് ഒരു ബാങ്ക് റീകൺസിലേഷന്റെ ഫോർമാറ്റ് വളരെ എളുപ്പമാണ്. ഓരോ ഫിഗേഴ്സിന്റെയും ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് കണക്കാക്കി അത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ളത് മാത്രം നമുക്ക് ഇവിടെ ചെയ്താൽ മതി. ഇതിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത് കൂടാതെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കൂടി നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാ നോക്കാം. ടേബിൾ ഫോമിലുള്ള ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമുക്ക് 2 കോളമാണ് ഉണ്ടായിരുന്നത്. ഒരു കോളത്തിൽ നമ്മൾ പർട്ടിക്കുലേഴ്സ് എഴുതി, മറ്റേ കോളത്തിൽ അമൗണ്ട്സും. ഇവിടെ എത്ര കോളമാണ് വരുന്നത്? 3 കോളം വരുന്നുണ്ട്. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ആഡ് ചെയ്യാനുള്ള അമൗണ്ട്സ് എല്ലാം നമ്മൾ ഈ കോളത്തിൽ എഴുതും. അമൗണ്ട് ഈ കോളത്തിലോ ലെസ് ചെയ്യാനുള്ള അമൗണ്ട്സ് എല്ലാം നമ്മൾ ഈ കോളത്തിലും എഴുതും. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എഴുതുക. പിന്നെ അതിനുശേഷം ആഡ് ചെയ്യേണ്ട ഫിഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ കോളത്തിൽ എഴുതുക. ലെസ് ചെയ്യേണ്ട ഫിഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ കോളത്തിലും എഴുതുക. എന്നിട്ട് അത് ബാലൻസ് ചെയ്തിട്ട് കിട്ടുന്ന അമൗണ്ട് നമ്മുടെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ ചെയ്തത് ശരിയാണെന്നുള്ള അർത്ഥമുള്ളൂ. പിന്നെ ഈ ഒരു ഫോർമാറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈ 2 കോളം രീതിയിലുള്ളത് നമ്മൾ തയ്യാറാക്കാന്ന് പറഞ്ഞു. ഒരു കോളത്തിൽ അഡീഷന്റെ അമൗണ്ട്സും കാണിക്കും, മറ്റേ കോളത്തിൽ ഡിഡക്ഷൻസിന്റെ അമൗണ്ടും കാണിക്കും. ഈ രീതിയിലാണ് സാധാരണയായിട്ട് കൺവീനിയന്റ് ആയത്. അതുകൊണ്ട് ഇതാണ് യൂഷ്വലി ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഫോർമാറ്റ് ആണ് ഈസി എന്നുണ്ടെങ്കിൽ ആ ഫോർമാറ്റും യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ക്യാഷ് ബുക്കിലെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെയും കാണുന്ന വ്യത്യാസങ്ങൾ, ഡിഫറൻസ് വ്യക്തമായി മനസ്സിലാക്കാനും അതേപോലെ അവയെ റീകൺസിൽ ചെയ്തിട്ട് ടാലി ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. മീനിങ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഈ ഇൻട്രൊഡക്ഷനും അതേപോലെ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിച്ചതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നതിന്റെ മീനിങ് എന്താണെന്നുള്ളത്. ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള റീകൺസിലേഷൻ എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് is a statement prepared to reconcile the difference between balance shown by the cash book and that shown by the bank passbook. ബാങ്ക് പാസ്ബുക്കും മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ബാങ്ക് പാസ്ബുക്കും നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് കണക്കാക്കി അതിനെ റീകൺസിൽ ചെയ്ത് ബാലൻസ് ടാലിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. കോസസ് ഓഫ് ഡിഫറൻസ്. നമ്മളിപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ എന്തിനാണ്, നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ബാങ്ക് സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ബാലൻസ് ഡിഫറൻസ് വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ കൊണ്ടായിരിക്കും? മെയിൻലി 3 കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തേത് എന്താ പറയുന്നത്, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും തമ്മിൽ ഉള്ള റീകൺസിലേഷൻ എന്നത് ഇവയിൽ കാണുന്ന ഡിഫറൻസസ് വിശദീകരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ വ്യത്യാസങ്ങൾ സാധാരണയായിട്ട് 3 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാറായിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ടൈമിംഗ് ഡിഫറൻസ്, ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിലുള്ള സമയ വ്യത്യാസം കൊണ്ടാവാം ഒരു ഡിഫറൻസ് വരാനായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ പറയുന്നത് എറേഴ്സ് ആവും. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു ടൈമിംഗ് ഡിഫറൻസ്, രണ്ടാമത്തതും മൂന്നാമത്തതും എറേഴ്സ് കൊണ്ടാണ് ഉണ്ടാവുന്നത്.
ആരുടെ ഭാഗത്തുള്ള എറേഴ്സ് പറഞ്ഞാൽ പിശകുകൾ, തെറ്റുകൾ, ആരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ? ഒന്നില്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബിസിനസിന്റെ ഭാഗത്തുണ്ടായ തെറ്റുകൾ കൊണ്ടായിരിക്കും ആ ഡിഫറൻസ് വരാനായിട്ടുള്ള കാരണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലോ ബാങ്ക് കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് ബാങ്കിന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്സ് കൊണ്ടാവാം മേ ബി ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ടൈമിംഗ് ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിലും എറേഴ്സ് മെയ്ഡ് ബൈ ബിസിനസ് ആണെങ്കിലും എറേഴ്സ് മെയ്ഡ് ബൈ ബാങ്ക് ആണെന്നുണ്ടെങ്കിലും അത് എന്താണെന്ന് കണ്ടെത്തി അതിനെ റീകൺസിൽ ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിൽ റീകൺസിൽ ചെയ്ത് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചു 3 തരത്തിലുള്ള എറേഴ്സ് ആണ് സംഭവിക്കാറ്, അല്ലെങ്കിൽ there are 3 causes for the differences between ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബാങ്ക് ബാലൻസ് ആസ് പെർ അവർ ക്യാഷ് ബുക്ക്. അപ്പൊ 3 കാരണങ്ങളിൽ ആദ്യത്തേത് എന്താ പറഞ്ഞത്? ടൈമിംഗ് ഡിഫറൻസ് കൊണ്ട് ഡിഫറൻസ് ഉണ്ടാവാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാല്? ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സമയ വ്യത്യാസങ്ങൾ അല്ലെ. ഒരു ബിസിനസ് അവരുടെ ക്യാഷ് ബുക്കിലുള്ള ബാങ്ക് ബാലൻസും ബാങ്ക് പാസ്ബുക്കിലുള്ള ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു ഡിഫറൻസ് കാണാറുണ്ട്. ഈ വ്യത്യാസം മേ ബി പേയ്മെന്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ റെസിപ്റ്റ്സ് സംബന്ധിച്ച ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള ആ ടൈം ഗ്യാപ്പ് കാരണം ഉണ്ടാകുന്നതാണ്. ഈ ടൈം ഗ്യാപ്പിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ഫേം ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. അതായത് സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം അവരുടെ സപ്ലയേഴ്സിന് അല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്യും? ചെക്ക് നൽകും അല്ലെ. അങ്ങനെ ചെക്ക് നൽകുന്ന സമയത്ത് തന്നെ ആ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യും? അവരുടെ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് സൈഡ് ഇതേപോലെ പേയ്മെന്റ് നടത്തി പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും. പക്ഷെ ഈ സ്വീകരിക്കുന്ന പാർട്ടി, ആ ചെക്ക് സ്വീകരിക്കുന്ന പാർട്ടി സപ്ലയർ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? ക്രെഡിറ്റേഴ്സ്. അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം? ബാങ്കിൽ പ്രസന്റ് ചെയ്യണം എന്നില്ല. ബാങ്ക് ഈ ചെക്ക് എന്താ പറയാ, ബാങ്കിൽ ഈ ചെക്ക് യഥാർത്ഥത്തില് ബാങ്കിൽ ഈ ചെക്ക് പ്രസന്റ് ചെയ്ത് ബാങ്കിന് ഈ എമൗണ്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബാങ്ക് അക്കൗണ്ടിൽ ചെക്ക് ബാങ്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ട് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടും ബാങ്കിൽ പ്രസന്റ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെക്ക് ഇന്ന് നമ്മൾ ഇഷ്യൂ ചെയ്തു, പക്ഷെ അവർ പ്രസന്റ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടൈം ലാഗ് ഉണ്ടാവുന്നുണ്ട്. ഈ സമയ വ്യത്യാസം ഒരു കാരണമാവാം എന്ത്? ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും കാണുന്ന ബാലൻസ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. ഇതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ ചെക്ക് സ്വീകരിക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ബുക്സിൽ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഇതേപോലെ എമൗണ്ട് കിട്ടി പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇതിലൂടെ എന്താവും? നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസ് അപ്പൊ തന്നെ ഇൻക്രീസ് ആയിട്ട് വർദ്ധിച്ച് കാണും. പക്ഷെ ബാങ്കിൽ ആ ചെക്ക് യഥാർത്ഥത്തിൽ റിയലൈസ്ഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്. ചെക്ക് ക്ലിയറൻസ് പ്രോസസ്സിന് സാധാരണയായിട്ട് ചില ദിവസങ്ങൾ എടുക്കും. പ്രത്യേകിച്ച് ഔട്ട് സ്റ്റേഷൻ ചെക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് ആ എമൗണ്ട് അക്കൗണ്ടിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ ഈ ചെക്ക് കൈ കിട്ടിയത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് വർദ്ധിച്ചു പറഞ്ഞ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. പക്ഷെ അത് ബാങ്കിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ വൺസ് അത് ആ ചെക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ മാത്രമേ ബാങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്താണ്? ക്യാഷ് ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ കാണുന്ന ബാലൻസും തമ്മിൽ വ്യത്യാസം വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? ചിലപ്പോൾ ബാങ്ക് ഫേം അറിയാതെ തന്നെ അക്കൗണ്ടിൽ നിന്ന് ചില ട്രാൻസാക്ഷൻസ് നേരിട്ട് ഡിഡക്ട് ചെയ്യാറുണ്ട്. ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ സ്ഥാപനം ഇത് അറിയുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവരുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെക്ക് കളക്ഷൻ ചാർജസ്, ഇൻസിഡന്റൽ ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, അൺപെയ്ഡ് ചെക്ക് ചാർജസ്. അൺപെയ്ഡ് ചെക്ക് ചാർജസ് പറഞ്ഞാൽ സ്റ്റോപ്പ് ആയതോ അല്ലെങ്കിൽ ബൗൺസ് ആയതോ ആയ ചെക്കുകൾക്ക് വേണ്ടിയിട്ട് ബാങ്ക് ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട്.
അപ്പൊ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ഡെബിറ്റ്സ് കാരണം ബാങ്ക് പാസ്ബുക്കിൽ കാണുന്ന ബാലൻസ് സാധാരണയായിട്ട് ക്യാഷ് ബുക്കിൽ കാണുന്ന ബാലൻസിനെക്കാട്ടിലും എന്തായിരിക്കും, കുറവായിരിക്കും. പിന്നെ വരുന്നത് അമൗണ്ട്സ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്. അതായത് ചിലപ്പോഴൊക്കെ ഡെപ്റ്റേഴ്സ്, നമ്മുടെ ഫേമിന്റെ ഡെപ്റ്റേഴ്സ് നേരിട്ട് തന്നെ ഫേമിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എന്ത് ചെയ്യും, നിക്ഷേപിക്കും, ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷെ സ്ഥാപനം ഈ വിവരം അറിയുന്നത് എപ്പോഴായിരിക്കും, അവരുടെ കയ്യിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോഴായിരിക്കും. അപ്പോൾ ഇതിൽ ബാങ്ക് പണം ലഭിച്ച വിവരം ഉടനെ തന്നെ എന്ത് ചെയ്യും, ഫേമിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സ്ഥാപനത്തിന്റെ ക്യാഷ് ബുക്കിൽ ഇതിപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ പാസ്ബുക്കിൽ കാണുന്ന ബാലൻസ് സാധാരണയായിട്ട് ക്യാഷ് ബുക്കിൽ കാണുന്ന ബാലൻസിനെക്കാട്ടിലും എന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. അതായത് ബാങ്ക് സ്ഥാപനത്തിന്റെ പേരിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്നിവ കളക്ട് ചെയ്താൽ അതിനെ ഉടൻ തന്നെ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. പക്ഷെ സ്ഥാപനം അല്ലെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ അറിയുന്നത് അതിന്റെ ക്യാഷ് ബുക്കില് അല്ലെങ്കിൽ ആ സ്ഥാപനം അറിയുന്നത് എപ്പോഴായിരിക്കും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും. ഇത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതും എപ്പോഴായിരിക്കും, ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവരുടെ കയ്യിൽ കിട്ടിയതിനു ശേഷമായിരിക്കും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടും ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസിൽ ഡിഫറൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പറയുന്നത് ഡയറക്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. ചിലപ്പോ കസ്റ്റമേഴ്സ് ബാങ്കിന്റെ എന്താ പറയാ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് നൽകാറുണ്ട്. ബാങ്കിന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് നൽകാറുണ്ട്. കസ്റ്റമേഴ്സ് ബാങ്കിന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് നൽകാറുണ്ട്. എന്താണ് അത് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ഫിക്സഡ് ഡേറ്റില് ടെലിഫോൺ ബിൽസ്, ഇൻഷുറൻസ് പ്രീമിയം, റെന്റ്, ടാക്സസ് ഇവയൊക്കെ കസ്റ്റമേഴ്സ് പറയാതെ തന്നെ എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് അടച്ചോളാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു വെക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പണം അടയ്ക്കല് ബാങ്ക് നേരിട്ട് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യും. പക്ഷെ ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, മേ ബി ഇപ്പോൾ എല്ലാ 2-ാം തീയതിയും റെന്റ് പേയ്മെന്റ് 2000 rupees ഇന്ന പാർട്ടിക്ക് എല്ലാ മാസവും ഡിഡക്ട് ചെയ്യണം പറഞ്ഞ് നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് എല്ലാ മാസവും ആ എമൗണ്ട് എന്ത് ചെയ്യും, ആ ഡേറ്റ് ആവുമ്പോൾ അപ്പൊ തന്നെ ഡിഡക്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇത് നമ്മൾ അറിയുന്നത് എപ്പോഴായിരിക്കും, നമുക്ക് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും അത് അറിയുന്നുണ്ടാവുക. അന്നേരമായിരിക്കും നമ്മൾ ആ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടും ബാങ്ക് ബാലൻസ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാലൻസും നമ്മുടെ ക്യാഷ് ബുക്കിലുള്ള ബാങ്ക് ബാലൻസും വ്യത്യാസം വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ചെക്സ് ഡെപ്പോസിറ്റഡ് അല്ലെങ്കിൽ ബിൽസ് ഡിസ്കൗണ്ടഡ്, ഡിസ്ഹോണേർഡ്. അതായത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ബാങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസോണേർഡ് ആവുക, അതായത് ആ ചെക്ക് മടങ്ങി പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് സപ്പോസ് ഇപ്പോ ഒരു ചെക്ക് നമുക്കൊരു സപ്പോസ് നമ്മളൊരു കസ്റ്റമറിന് നമ്മൾ ചെക്ക് കൊടുത്തു, പേയ്മെന്റിന് പകരം ചെക്ക് കൊടുത്തു. കസ്റ്റമേഴ്സ് ആ ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, ബാങ്കിൽ പ്രസന്റ് ചെയ്യണ സമയത്തായിരിക്കും അറിയുക എന്താണ്, കസ്റ്റമറുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാന്ന്. അപ്പൊ അങ്ങനെ എന്താവും, ആ ചെക്ക് മുടങ്ങി പോകും അല്ലെ. ഇവിടെ ഫേമിൽ നിന്ന് എന്ത് ചെയ്യും, amount കൊടുത്തു പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷെ ബാങ്കിൽ നിന്ന് അത്രയും എമൗണ്ട് പോയിട്ടുണ്ടോ, ഇല്ല. കാരണം ബാങ്കിൽ അത്രയും ബാലൻസ് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടും ഡിഫറൻസ് വരാം. നേരെ തിരിച്ചും വരാം. കസ്റ്റമേഴ്സ് നമുക്ക് തരുന്നു ചെക്ക്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടി പറഞ്ഞിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ അതിനെ ബാങ്കിൽ കൊണ്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അവരുടെ ആ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിൽ മേ ബി അത്രയും ബാലൻസ് ഉണ്ടാവില്ലായിരിക്കും. അപ്പോഴും എന്താവാം, ചെക്ക് ഡിസോണർ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ക്യാഷ് ബുക്കിലുള്ള ബാങ്ക് ബാലൻസും അതേപോലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും ഡിഫറൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പീരീഡിന്റെ സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ടും ക്രോസ് ചെക്ക് ചെയ്യും. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബുക്സിൽ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ആ എമൗണ്ട് വന്നിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ട് എന്നുള്ളത് കണ്ടെത്തി നമ്മൾ റീകൺസിലിയേഷൻ പ്രിപ്പയർ ചെയ്യും. അല്ല നേരെ തിരിച്ചും വരാം, നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല, ബാങ്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് എന്നുള്ളത് നോക്കി കണ്ടുപിടിച്ച് അതിനുള്ള റീസൺസ് വെച്ചിട്ട് നമുക്ക് റീകൺസിലിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട്
നമ്മുടെ രണ്ട് ബുക്സും തമ്മിലുള്ള ബാലൻസ് ടാലി ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് എറേഴ്സ് രണ്ട് തരത്തിലാവാം. എന്താണ്? ഒന്നില്ലെങ്കിൽ ബാങ്ക് കമ്മിറ്റ് ചെയ്ത എറേഴ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് കമ്മിറ്റ് ചെയ്ത എറേഴ്സ് ആവാം. ഈ എറേഴ്സ് എങ്ങനെയൊക്കെയാണ് വരിക? ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാഷ് ബുക്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലും കാണുന്ന ഡിഫറൻസ് ബാങ്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത എറേഴ്സ് പിശകുകൾ കൊണ്ട് ആവാം. അപ്പൊ അത് രണ്ട് തരത്തിലുണ്ട്. എറേഴ്സ് കമ്മിറ്റഡ് ബൈ ദ ഫേമും എറേഴ്സ് കമ്മിറ്റഡ് ബൈ ദ ബാങ്കും. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ക്യാഷ് ബുക്കിൽ ചെക്ക് ഇഷ്യൂഡ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോവുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒമിഷൻ എന്ന് പറയുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റായിട്ട് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് പേയ്മെന്റ് കൊടുത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അതിന് റെസിപ്റ്റ് കിട്ടി എന്നുള്ള രീതിയിൽ തെറ്റായിട്ട് രേഖപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ ചെയ്യണ സമയത്ത് തെറ്റിപ്പോവുക, റോങ് ടോട്ടലിംഗ് അങ്ങനെ മറ്റും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും കാണുന്ന ബാലൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഇനി എറേഴ്സ് കമ്മിറ്റഡ് ബൈ ബാങ്ക് ആണെന്നുണ്ടെങ്കിലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ എറേഴ്സ് കമ്മിറ്റഡ് ബൈ ഫേം പറഞ്ഞ പോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൽ ചെക്ക് ഡെപ്പോസിറ്റഡ് അല്ലെങ്കിൽ ചെക്ക് ഇഷ്യൂഡ് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോവുക, ടോട്ടൽസ് എന്തെങ്കിലും തെറ്റായിട്ട് ടോട്ടൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോവുക എന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ ഡിഫറൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ എന്താണ് ഈ ഒരു ഏരിയയിൽ പഠിക്കാനായിട്ട് പോകുന്നത്? ഡിഫറെന്റ് കോസസ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തിയതിന് ശേഷം, അതായത് നമ്മൾ പറഞ്ഞു ബാങ്ക് റീകൺസിലേഷൻ നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? ബാലൻസ് ആസ് പെർ നമ്മുടെ ക്യാഷ് ബുക്കിലുള്ള ബാങ്ക് ബാലൻസും അതേപോലെ ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് എന്താ പറയുക ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫറൻസിനുള്ള കാരണം കണ്ടെത്തിയതിന് ശേഷം റീകൺസിലേഷൻ രണ്ട് രീതിയിൽ നടത്താം. ആദ്യത്തത് വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ്, രണ്ടാമത്തത് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ്. പ്രാക്ടിക്കലായിട്ട്, അതായത് സാധാരണയായിട്ട് ക്യാഷ് ബുക്ക് ബാലൻസിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ് ആണെന്നുണ്ടെങ്കിലോ, ഈ രീതിയിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ക്യാഷ് ബുക്കിലുള്ള ബാലൻസ് അല്ലാന്നുണ്ടെങ്കിൽ പാസ്ബുക്കിലുള്ള ബാലൻസിന് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവുക. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഥാപനം ബാങ്കിൽ നിക്ഷേപിച്ച തുകയാണ്. അതാണ് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കാണുക. ഇതിനെ നമ്മൾ എന്ത് പറയും? ഫേവറബിൾ ബാലൻസ് എന്ന് പറയും. ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ഇത് ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാലോ, ഇത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് നമുക്ക് കടം നൽകിയതാണ്. ഇതിൽ പണം നിക്ഷേപിച്ചതിനെക്കാട്ടിലും കൂടുതലായിട്ട് എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ അൺഫേവറബിൾ ബാലൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്ബുക്ക് ബാലൻസ് എത്രയാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഇനി ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് എത്രയാണെന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഐഡന്റിഫൈങ് ദ കോസസ് ഓഫ് ദ റീകൺസിലേഷൻ, difference, the reconciliation may be done in following two ways. എന്തുകൊണ്ടാണ് ഡിഫറൻസ് എന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. ബാങ്ക് റീകൺസിലേഷൻ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. പ്രിപ്പയറിംഗ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാതെയും, അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷവും വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം.